പോയേക്ക് ചിന്നേന ഒരു പെട്ടെന്ന് എടുത്തിട്ട് പോയി ഇതാടാ ഇതിൻ്റെ ഈടുന്ന് ഇത് കൊണ്ടിട്ട് ഇതായതാ. എണീക്ക് ഏഴേ മുക്കാലായി. ലൈറ്റ് നോക്ക് എന്നിട്ട് ചൂടെടുക്കുന്നു ഇപ്പൊ. എന്തല്ലേനോ തണുപ്പ്. എന്താണ് സമയത്തെ പുതിയ കുക്കറാ? കുക്കറിന്റെ കോലം നോക്ക്. ചായ വെക്കണം. കുക്കറിലല്ലേ ചായ പാത്രം മാറിയുണ്ട്. എടാ ആരിസേ 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 എണീക്കണ എണീക്കണത് വേഗോ വേഗോ മടക്കി വെക്കണ ഇതല്ലോ. വാ വാ ഇറങ്ങി പുറത്തിറങ്ങാൻ നേരം കാണും. വാ മടക്കി വെക്കണോ? നീ വിറകത്തിക്ക് നിന്റെ ബാക്കി ഇന്നലെ കത്തിച്ചിട്ടില്ലല്ലോ പിള്ളേ. വിറക് കത്തിക്ക് ബാക്കി. വാ നിന്റെ അടുത്ത് വെള്ളത്തിലിടും ഇപ്പൊ. വാ കുളിക്കാലോ. വാ മോനെ. കുറച്ച് വെള്ളാക്കിയാ മതി. ബാക്കി വെള്ളം അങ്ങനെ ഇത്രയും വരെ എത്തിന് വെള്ളം. അതിന് ശേഷം പിന്നെ ഇറങ്ങി അല്ലേ? ഇറങ്ങി ഇറങ്ങി പോവാൻ നീരുന്നു. വാ ചായക്കാല. നമ്മൾ കടന്നിട്ട് ആകെ 2 മണിക്കൂറേ ആയല്ലോ. 2 മണിക്ക് ഇറങ്ങിന്. അപ്പൊ നോമ്പില്ല. ഓനുറങ്ങിട്ട ഓനുറങ്ങിയ പോലെ ഉറങ്ങിയിട്ടേ ഇല്ല നമ്മള്. 2 സൈഡൊന്നും വേണ്ട വേണ്ട ഈടുന്ന് കമ്പിച്ചേക്കണ്ട. അത് അങ്ങനെ ആക്കാം. ഇന്നലത്തെ ബിരിയാണി വെച്ചതിന്റെ എന്നാണ് പറയാ കുക്കറി ഷോ ആയി. കുറച്ച് കരിഞ്ഞു പോയി. സാരമില്ല. കുറച്ച് രണ്ടാളും അപ്പുറത്തുനിന്ന് ഇപ്പുറത്തും കുക്കറും വലിച്ച എന്താ അവസ്ഥ? 2 മനുഷ്യന്മാർ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് ഒച്ചപ്പാടാക്കി ഇറങ്ങിയ എങ്ങനെ അവസ്ഥ വരെ നടുക്ക് കിടന്ന ഒരാളെ. ഫോട്ടോ എത്ര മണിക്ക് നമുക്ക് എടുക്കാല്ലേ? എടുക്കാല്ലേ? ചായപ്പൊടി കൊടുത്തു. മുട്ടയില്ലാണ്ട് ഞാൻ ചായ കുടിക്കലില്ല രാവിലെ. അച്ഛാ അല്ല ഇത് ഭയങ്കര പതക്കുന്നല്ല. ഇതെങ്ങനെ തീ ഓർക്ക? ഓക്കെ. എന്നാടാ ഫോട്ടോ എടുത്തരാളേ? എടുത്തരല്ല. ആന്നില്ല എല്ലാം പറ്റും. റഷീഖാടെ ചായ, രാവിലത്തെ ചായ. പാലൊന്നും വേണ്ടുള്ള ചായ എടുത്താണിങ്ങള്. പാല് അപ്പുറത്തെ ഇവിടുന്ന് കറന്നിട്ട് വരണോ? ഒട്ടകത്തിന് ഇറക്കേണ്ടി വരും. ഒട്ടകത്തിനെ കറക്കാ പറഞ്ഞേക്കാ. അല്ല മഹാല ഒട്ടക പാല് വേണം പോലെ കറന്നിട്ട് വന്ന ആരിസ് പെടുന്ന ഇറക്കും. അവന്റെ പെരയിലാണെങ്കിൽ പിന്നെ ഉണ്ടായിരുന്നു. വീഡിയോ റിലീസ് ആക്കൂ. ചായടി കടി നട്സ് അതായാലും എടുക്ക്. കടിയെടുക്ക്. അത് സമാവറില്ലാത്ത ചായ കുടിക്കലോ രാവിലെ സുലൈമാനി കുറവാ. എന്നാലും നെസ്സേക്കാ.
അപ്പൊ നമ്മള് ഞങ്ങൾ തിരിക്കുന്നു ഗൈസ്. തിരിക്കാനാ ഇനി പോവാൻ പോകുന്നല്ലേ ഉള്ളൂ. ഇനി പൂരം പറമ്പിലെ വെടിക്കെട്ടുകൾ കാണാനും കാഴ്ചകൾ കാണിക്കാനും. അപ്പൊ നമ്മള് സാധനങ്ങളെല്ലാം മൊത്തം എല്ലാം എടുത്ത് വെച്ചേട്ടാ, എല്ലാം എടുത്ത് വെച്ച് നമ്മളിനി നേരെ അങ്ങോട്ട് പോകുന്നു. അപ്പോൾ കുറച്ച് ഇപ്പുറം നമ്മൾ ഒരു ഇതിൻ്റെ മുകളിൽ വന്നതാണ്. അടിപൊളിയല്ലേ? അടിപൊളി സ്ഥലമല്ലേ? നമുക്ക് ഇതിലൂടെ തന്നെ ഒന്ന് ഇറക്കിയാലോ? ചെറിയ ബാ കയറി നമുക്ക് അങ്ങോട്ട് പോയി. അങ്ങോട്ട് പോവാം, സമയമില്ല. അങ്ങ് പോയിട്ട് നമുക്ക് ആടെയും കൂടി പോകണം. വാ, അതിലൂട്ടിൻ്റെ സൗദി ബോർഡർ പിടിക്കാം. വാ, അതാ നല്ലത്. ഇങ്ങോട്ട് വരണ്ട. എന്താ ഭംഗിയല്ലേ? ഇത് ഒരു കറക്കത്തിലൊന്നും നിൽക്കൂല. നമുക്ക് ഈ സ്ലോപ്പിലൂടെ ഇങ്ങനെ പോകണം. ഇത് ഒരു കറക്കത്തിൽ നിൽക്കൂല. അവര് താഴത്തുമ്പോ ഒരു 5-10 കറക്കം ഇതാവും. ഞാൻ ഒരു പരീക്ഷണം, എല്ലാരും ഇല്ലേ മറ്റേ സാധനം വെച്ചിട്ട് പോകാൻ. നമുക്ക് നമ്മളെ ഇത് വെച്ചിട്ട് പോയാൽ കാണാം. ഇങ്ങനെ വിളിച്ചിട്ടില്ല. തീരുന്നില്ല. അല്ല തിരിച്ചേക്ക്. ട്രിപ്പുള്ള ഭാഗമാണ് ഞാൻ വെച്ചത്. അപ്പോൾ നമ്മൾ തിരിച്ചു പോവുകയാണ് കേട്ടാ. ആടെ ഒരു പിക്കപ്പും ഒരു ചെറിയ വണ്ടി എടുത്തിട്ട് നിസാനും വണ്ടി എടുത്തിട്ട് വന്നിട്ടുണ്ടാ. അവരെ പറട്ടുകാരില്ല, അവർക്കൊന്നും അറിയില്ല ഇവിടുത്തെ താണോ എന്താണെന്ന്. ഇനി വീഴ്ത്തം വരെ അവരെത്തി. ഇനി അതിൻ്റെ ബാക്കി അങ്ങനെ പോവും. സമ്മതിക്കവനാ അവരാ കേട്ടോ. അങ്ങനെ വന്ന് എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് നമ്മളെ? നല്ല സംഭവം. എടാ എന്നിട്ട് പോന്നാടാ. പോണ് കാറ്റ് വെച്ചിക്കാ തോന്നുന്നുണ്ട്. സണ്ണി എടുത്തിട്ടാ അതാവും. മണ്ടന്മാരാടാ. ഓനോട് പറയുന്നുണ്ടാവും പോവാൻ പറ്റില്ലാന്ന്. എന്റെ അവൻ അങ്ങോട്ടുള്ള സ്ഥലം നോക്ക്. എന്റെ പൊന്നു, ഒരു രക്ഷയില്ലാട്ടാ. പണിയിട്ട് വണ്ടി ഇത് റേഡിയേറ്റർ പൊട്ടി. റേഡിയേറ്റർ നമ്മളെ നേരത്തെ അവിടെ ഒരു സ്ഥലത്ത് അടിച്ചിനേനു. ഒരു പെട്ടെന്ന് എടുത്തിട്ട് പോയി. ഇതാടാ ഇതിൻ്റെ ഈടുന്ന് ഇത് കൊണ്ടിട്ട് ഇതായതാ. അത് നേരെ കൊണ്ടിട്ട് റേഡിയേറ്ററുണ്ട്. നല്ല ലീക്ക് ഉണ്ട് കേട്ടാ. വെള്ളം ഒഴിച്ച് പോയാലേ നമുക്ക്. ഇതാ അങ്ങോട്ട് ലീക്ക് ഉണ്ട്. ഈടിയാണ് മെയിൻ ലീക്ക്. ഓ നല്ല ചൂടുണ്ട് വെള്ളം. കുറേ പോകുന്നുണ്ടാടാ, കുറേ പോകുന്നുണ്ടാ. ആരാ വിളിക്കുന്നത്? ആടെ ഒഴിച്ചിട്ട് കാര്യമില്ല. അത് ഒഴിച്ച് വണ്ടി ഷാർട്ടാക്കി ഒഴിച്ചങ്ങ് ഒറ്റ പോക്ക് വേണം. ഈനത്ത് വെള്ളം ഉണ്ടായിട്ട് കാര്യമില്ല. ഈനത്തിപ്പോൾ തുറക്കുമ്പോൾ നോക്കണേ. തുറന്നോ? തെറിക്കാൻ സാധ്യതയില്ല. ബേക്കിൽ ഇതുണ്ടാവും. നല്ലനാ. ലൊക്കേഷൻ എടുത്താണോ? ഏറെ എറിക്കൂ. നമുക്ക് കുറേ ഇഞ്ഞോടുണ്ടോ ലൊക്കേഷൻ? വെള്ളം തീർന്നിട്ടുണ്ടാ. ലൊക്കേഷൻ നോക്കാം, എന്നിട്ട് ഒഴിക്കാം. ഒഴിച്ചാൽ അങ്ങ് പോവും. നമ്മളെ വെള്ളം കഴിയൂ. സത്യത്തില് നമ്മളെ റേഡിയേറ്റർ നല്ല ലീക്ക് ഉണ്ടായി. ഇപ്പൊ നോക്കുമ്പോക്ക് വെള്ളമുണ്ട്, ലീക്കും കാണുന്നില്ല. അതേപോലത്തെ ഒരു ചാട്ട ഇപ്പം ചാടിയിന്. അന്നേരം തിരിച്ച് ലീക്ക് അടഞ്ഞ്. ഇനി എന്താ ഇച്ചിരി തുള്ളി കണ്ട. അത് കഴിഞ്ഞ് നോക്കുമ്പോ എഞ്ചിന്റെ കവർ വണ്ടീന്റെ ഉള്ളില്. ഞാൻ 2 സ്ക്രൂ ഡ്രൈവർ എഞ്ചിൻ എടുത്ത് വെച്ചിന്. അതുകൊണ്ട് എഞ്ചിന്റെ കവർ തുറന്ന് നോക്കുമ്പോ എഞ്ചിന്റെ ഉള്ളിൽ 2 സ്ക്രൂ ഡ്രൈവറും സ്റ്റാറും മൈനസും.
എന്ത് ദുനിയാവറപ്പ ഇവന്റെ ലഡാടിയില്. അത് വേണം, അത് എപ്പം എഞ്ചിൻ്റെ അടുത്ത് വേണം. 2 സ്പാനർ വേണം. 10 സ്പാനർ മസ്റ്റാ. 8 അല്ല 10. വണ്ടിയാണ് ലേറ്റായി. അതിൻ്റെ ഉള്ളുണ്ട്, അതിൽ തയ്ക്കണ്ട, അതിൻ്റെ വലിയൂല. അവിടുന്ന് വെള്ളം പോകുന്നുണ്ടോ? പോകുന്നുണ്ട്. അപ്പോൾ നമ്മളെ വണ്ടി ഇവിടെ ബൈക്കായിട്ട് ഇനി ഇടുന്നതിന് അനങ്ങൂല. ഭയങ്കര എഞ്ചിന് ഹിറ്റായി. ഇനി നല്ല ഡബിൾ പണി കിട്ടും ഇവിടുന്ന് അടുത്ത് പോയാൽ. നമ്മൾ ബ്രേക്ക് ഡൗണിനെ വിളിച്ചിട്ടുണ്ട്. ബ്രേക്ക് ഡൗൺ വരും. ഫുള്ള് കണ്ട ലീക്ക്. ഇത് മാത്രമല്ല, ആദ്യം റെഡിയായിട്ട് ലീക്ക് ഉണ്ടായിന്. ഇപ്പം അതിൻ്റെ പൈപ്പ് എല്ലാം ചൂടായിട്ട് ലീക്കായി വരുന്നുണ്ട്. ഇനിയിപ്പോൾ എന്താ എഞ്ചിൻ്റെ ഉള്ളിൽ എത്തിനോ ഒന്നും പറയാൻ പറ്റില്ല. ഏതായാലും ബ്രേക്ക് ഡൗൺ നേരത്തെ ബ്രേക്ക് ഡൗണിൽ കൊണ്ടുപോവാം. അതേ നടക്കും. എന്നാ ഓക്കെ, ബൈ ബൈ. ആ ഓക്കെ. അപ്പം അവരെ ഊബറിൻ്റെ ആയിട്ട് വിളിച്ചു. കാരണം അവരെ ഓട്ടം വിളിക്കും, ഇതുവരെ വിളിച്ചിട്ടില്ല. ഭാഗ്യം തന്നെയാണ്. അവരെ ഊബർ വിളിച്ച് അവർ പോകുന്നുണ്ട്. എൻ്റെ ബ്രേക്ക് ഡൗൺ വരുന്നുണ്ട് കേട്ടാ. ഞാൻ ബ്രേക്ക് ഡൗണിൽ പോവും. വണ്ടി എന്തായാലും എടുക്കാൻ പറ്റൂല. കണ്ട വഹിക്കുന്ന വെള്ളമെല്ലാം ലീക്കാകുന്നുണ്ട്. വണ്ടി എഞ്ചിനെല്ലാം ബാധിച്ചിട്ടുണ്ടെങ്കിൽ 8ൻ്റെ പണി കിട്ടും. ഇപ്പം തന്നെ കുറച്ച് നമ്മളിങ്ങോട്ട് വന്നേരം ചൂടായിട്ട് വണ്ടി ഓൾറെഡി ഓട്ടോമാറ്റിക്കായിട്ട് ഓഫായത്. ഇനി ജസ്റ്റ് ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് ഷാർട്ടാക്കി നോക്കട്ടെ. അപ്പോൾ നമ്മളെ വണ്ടി കയറ്റാൻ വേണ്ടി ബ്രേക്ക് ഡൗൺ വന്നു. ബ്രേക്ക് ഡൗണിൽ കയറ്റിയിട്ട് പോവാം. അയ്യോ, ഈ സാധനം പോയല്ലോ വണ്ടീൻ്റെ സാധനം. गरम नहीं होगा? क्या? गरम हो नहीं, गरम हो गया, बंद हो किया. ये किधर गया मालूम नहीं. ऑन साइड गया था? हैं? ऑन साइड में? हाँ, उस साइड में गया था. अंदर आ गया. इसीलिए उधर निकल गया. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഇറക്കുന്നുണ്ട്. ഞാൻ എൻ്റെ റൂമിൻ്റെ അടുത്ത് ഇറക്കുന്നത്. ഇതിൻ്റെ അടുത്ത് ഗാരേജ് ഉണ്ട്. കാരണം കുറേ സാധനം ഉണ്ട്. അത് ഇറക്കി വെച്ചിട്ട് ഇതാണ്. അപ്പോൾ എൻ്റെ വണ്ടി കൊണ്ടൊന്ന് ഇവിടെ ഇറക്കിയിട്ടുണ്ട്. സാധനങ്ങളും കാര്യങ്ങളെല്ലാം എടുത്ത് പുറത്തെടുത്ത് നോക്കണം. ഇത് ഗാരേജിൽ കൊണ്ടുപോകണം. ബാക്കി പരിപാടിയുണ്ട്. എല്ലാം നാളെ ചെയ്യാം. എന്തായാലും എല്ലാം പോസിറ്റീവായിട്ട് എടുക്കാം. നമ്മൾ ആ ഡെസേർട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഓഫായിട്ടുണ്ടെങ്കിൽ അതിലും ബുദ്ധിമുട്ടാകും. പുറത്തെത്തി ഇതായതുകൊണ്ട് വലിയ പ്രശ്നമില്ല. എന്തായാലും മറ്റൊരു നല്ല വീഡിയോ കാഴ്ചകളും എല്ലാം ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, നല്ല യാത്രകളും കാഴ്ചകളും ഉണ്ടാവും. സമയമുള്ളവരാന്ന് ചെയ്യാൻ പറ്റൂ. എന്തായാലും കാഴ്ചകളുമായിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.